ശ്രീമദ് നാരായണീയം ദശകം 15 കപിലോപദേശം 1-ാമത്തെ ശ്ലോകം തന്നെയാണ് തുടരുന്നത്. ശ്ലോകം ഒന്നും കൂടി വായിക്കാം. മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷു അസക്ത തു അമൃതകൃതു പരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യാ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരുദിത്വം ദേവഹൂത്യൈന്യഗാദി. ഈ ജീവിതത്തിൽ, ഈ ലൗകിക ജീവിതത്തിൽ ഗുണസക്ത മതി, ഗുണങ്ങളോട്, ത്രിഗുണങ്ങളോട് അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള വിഷയങ്ങളോട് സക്തമായിട്ടുള്ള പറ്റിപ്പിടിച്ചിട്ടുള്ള ബുദ്ധി, അതിൽ നിന്നും വിട്ടുപോരാൻ വിഷമമുള്ള ബുദ്ധി, ബന്ധകൃത്ത്, ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മളെ കെട്ടിയിടുന്നു. തേഷു അസക്താതു, വളരെ ശ്രദ്ധിച്ച് ആ വരികൾ നോക്കണം. തേഷു അസക്താതു, ബുദ്ധി അവയിൽ, ആ ലൗകിക വിഷയങ്ങളിൽ അസക്തമാവുകയാണെങ്കിൽ, ചേരാതിരിക്കുകയാണെങ്കിൽ, വല്ലാതെ ഒട്ടിപ്പിടിക്കാതിരിക്കുകയാണെങ്കിൽ, അതെങ്ങനെയാണ്? അമൃതകൃത് എന്നാണ്, മരണമില്ലാത്ത അവസ്ഥ, എന്നും ഭഗവാനോട് ചേർന്നിരിക്കുന്നതായിട്ടുള്ള ആ അവസ്ഥ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നൽകുന്നതാണ്. ഭക്തിയോഗാത്തു, ഭക്തിയോഗം ആകട്ടെ സക്തിം ഉപരുന്ധേ, ഈ വിഷയങ്ങളുമായിട്ട് ചേർന്നിരിക്കുന്ന ബുദ്ധിയെ തടയുന്നു, ആ ലൗകികമായിട്ടുള്ള ആസക്തികളെ തടയുന്നു. അത്ര മഹദനുഗമ്യ ലഭ്യ, ഇതെങ്ങനെ കിട്ടും എന്നാണെങ്കിൽ, ഈ ലോകത്തിലെ മഹാത്മാക്കളായിട്ടുള്ള സജ്ജനങ്ങളെ അനുഗമിക്കുക, അതായത് അവരുടെ മാർഗം പിന്തുടരുക, അവരെങ്ങനെ ജീവിച്ചു എന്ന കാര്യം പഠിക്കുക. ലഭ്യ ഭക്തി ഏവ സാധ്യ ഇതി, അങ്ങനെ ലഭിക്കപ്പെടുന്ന ഭക്തി, തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ മനസ്സിൽ ഭക്തി വേരൂന്നും, അങ്ങനെയുള്ള ആ ഭക്തി വേണം സാധിക്കപ്പെടേണ്ടത്, നമ്മൾ നേടിയെടുക്കേണ്ടത്. കപിലതനുരുദിത്വം, അങ്ങനെ ത്വം ദേവഹൂതിയ നഗാദി, അങ്ങ് ദേവഹൂതിയോട് കപിലതനുവായി അവതരിച്ചിരിക്കുന്ന അവിടുന്ന് അമ്മയായ ദേവഹൂതിയോട് ഇപ്രകാരം പറഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ 84 ലക്ഷം തരം ജീവികളുണ്ട്. അതിൽ നമുക്ക് അതിൻ്റെ ഏറ്റവും മുകളിലുള്ളതായ മഹാത്മ്യമേറിയിട്ടുള്ളതായ ഏതൊരു ജീവിയെ സൃഷ്ടിച്ചപ്പോഴാണോ ബ്രഹ്മാവിന് തൃപ്തി ഉണ്ടായത്, ഈ ജന്മത്തിൽ ഭഗവാനിലേക്ക് എത്താൻ, അതാണല്ലോ ജീവിത ലക്ഷ്യം, സാധിക്കും എന്ന് ബ്രഹ്മാവിന് തോന്നി, സംതൃപ്തി തോന്നിയത്, ആ മനുഷ്യജന്മം ഭഗവത് കാരുണ്യത്താൽ നമുക്ക് കിട്ടി. നമ്മൾ ഏതൊക്കെയോ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത പുണ്യം കൊണ്ട് നമുക്ക് കിട്ടി. പലരും പറയും, എന്തിനായി മനുഷ്യജന്മാണോ ഇത്രയും നല്ലത്, എത്രമാത്രം ദുരിതങ്ങളുണ്ട്. പക്ഷേ അത് നമ്മൾക്കറിയില്ല, മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെ അനുഭവിച്ച് തീരുകയാണ് എന്ന് തന്നെയാണ് എല്ലാ ശാസ്ത്രങ്ങളിലും കാണുന്നത്. അതുകൊണ്ട് പറയും, ചെമ്പിൽ അമ്പഴങ്ങ പുഴുങ്ങി തിന്നാലും മനുഷ്യജന്മം കിട്ടിയില്ലോ മഹാഭാഗ്യം എന്ന് പറയും. അങ്ങനെ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ ദിവ്യമായ ചൈതന്യത്തിലേക്ക് എന്നിട്ടും മനസ്സ് തിരിക്കാതെ ജീവിത സുഖങ്ങളുടെ പിന്നാലെ ഓടിയാലോ, എത്ര ഓടിയാലും യഥാർത്ഥ സുഖം ലഭിക്കില്ല. നമുക്ക് ലോകത്തിൽ നോക്കുമ്പോൾ തന്നെ അത് കാണാം. എത്രയോ വലിയ വലിയ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു, അസുഖങ്ങൾക്ക് അടിമപ്പെടുന്നു, എന്തൊക്കെ അവർക്ക് സംതൃപ്തി എന്ന് പറയണതില്ല. ഞാൻ തൃപ്തനാണ് എന്ന് പറയണത് വളരെ കുറവ് തന്നെയാണ്. യഥാർത്ഥ സുഖം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാനിലേക്ക് തിരിയണം. അല്ലാതെ കസ്തൂരിമാൻ ഓടണ പോലെ പരക്കം പാഞ്ഞിട്ട് കാര്യമില്ല. അവനവനിൽ തന്നെയാണ് യഥാർത്ഥ സുഖം. അത് ഹൃദയശേ, നമ്മളുടെ ഉള്ളിൽ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് ദിവ്യ ചൈതന്യമായി ഇരിക്കുന്നുണ്ട്. അതിനെ അറിയുക, അതിനോട് ചേരുക. അപ്പോൾ മാത്രം നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ആനന്ദം അറിയും. അതിനെ അറിഞ്ഞിട്ടുള്ള ആൾക്കാർ വളരെ അപൂർവമാണ്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ മനസ്സിലാവും ഞാൻ ഓടിയത്. ഇപ്പോൾ ദേവഹൂതി പറഞ്ഞില്ലേ, ഇത്ര കാലം ഞാൻ അനുഭവിച്ചതൊക്കെ സ്വപ്നമായിരുന്നു, അതിനൊട്ടും ശാശ്വതമല്ല എന്നെനിക്ക് മനസ്സിലായി. അതുപോലെ ക്ഷുദ്രമാണ് ഈ സുഖഭോഗങ്ങൾ എന്നത് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് കാട്ടിലേക്ക് പോവൊന്നും വേണ്ട, പക്ഷേ അതിനോട് പിന്നെ ആ ആശ കൈവെടിയും.
മീരാഭായി രജപുത്ര രാജകുമാരിയായിരുന്നു. എന്നിട്ടോ ആ കൊട്ടാരത്തിലൊന്നും അനുഭവിക്കാത്ത ആനന്ദം എത്ര വലിയതായിരുന്നു. എപ്പോഴും പാട്ടുപാടി അവർ നടന്നിരുന്നില്ലേ. പിന്നെ അതിനുള്ള ഏറ്റവും വലിയ എളുപ്പമുള്ള സന്തോഷകരമായിട്ടുള്ള മാർഗമാണ് സത്സംഗം. നാരദരുടെ ഭക്തിക്ക് കാരണം ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ചാതുർമാസ്യത്തിന് വന്ന മഹാഋഷിമാർക്ക് നാരദൻ ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ അവർക്ക് പൂക്കൾ എടുത്തു കൊടുക്കാനും പാത്രങ്ങൾ കൊണ്ടുകൊടുക്കാനും മാല കെട്ടിക്കൊടുക്കാനും ഒക്കെ സഹായിച്ചു. ആ സേവനം കൊണ്ടാണ് അവരുടെ നാമജപം ചെവിയിൽ കൂടി കേൾക്കാനും അവരുടെ കാര്യങ്ങൾ, അവർ പറയുന്ന കഥകൾ ശ്രദ്ധിക്കാനും ഒക്കെ അവസരം കിട്ടിയത് കൊണ്ട് മാത്രമാണ് തനിക്ക് ഈ ഭക്തി ഈ ജന്മത്തിൽ കിട്ടിയത് എന്ന് നാരദർ പറയുന്നുണ്ട്. അങ്ങനെ ഭക്തി വർദ്ധിക്കുമ്പോൾ മനസ്സ് മാലിന്യങ്ങളൊന്നുമില്ലാത്ത തെളിഞ്ഞ കണ്ണാടി പോലെയാകും. അവിടെയാണ് ഭഗവത് തത്വം പ്രകാശിക്കുക. അല്ലെങ്കിലും അവിടെ ഉണ്ടെങ്കിലും അത് നിറയെ ചളി പിടിച്ച കണ്ണാടിയിൽ കാണില്ലല്ലോ വസ്തുക്കൾ, അതുപോലെ കാണില്ല. അങ്ങനെ ആ ഭഗവത് തത്വം മനസ്സിൽ പ്രകാശിച്ചാലോ സദാ ആനന്ദലഹരിയായിരിക്കും. അവരുടെ സന്നിധി പോലും ശുദ്ധന്മാരെ ഭക്തന്മാരാക്കി തീർക്കും. അവർക്ക് പിന്നെ ഭയമേ ഉണ്ടാവില്ല. അവർ പരമഭാഗവതരായിട്ട് അവരും തീരും. സാധാരണ നമുക്കൊക്കെ തോന്നുന്നതാണ്, എനിക്ക് ഭക്തി ഉണ്ടല്ലോ, ഞാൻ രാവിലെ കുളിക്കും, കുറിയിടും, ജപിക്കും, പല പല അമ്പലങ്ങളിലും ഇങ്ങനെ സ്ഥിരമായിട്ട് പോവും, വഴിപാടുകളൊക്കെ നടത്താറുണ്ട്. എന്നിട്ടും ബാക്കിയുള്ള സമയം എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, അസൂയ വരുന്നുണ്ട്, മനസ്സിനെ പിടിച്ചാൽ കിട്ടുന്നില്ല. വിഷ്ണു സഹസ്രനാമം അത്ര വലിയതല്ലല്ലോ, എന്നിട്ടും കുറച്ച് നേരം ഇരിക്കേ വേണ്ടു അത് മുഴുവനും വായിക്കാൻ, ശ്രദ്ധ കിട്ടുന്നില്ല. അവസാനിക്കുമ്പോഴേക്കും മനസ്സെവിടേക്കൊക്കെ ഓടും. ധ്യാനത്തിനിരിക്കുകയാണെങ്കിൽ 10 മിനിറ്റ് പോലും ചിന്ത വരാതെ ഇരിക്കാൻ പറ്റണില്ല എന്നാണെങ്കിൽ കപില ഭഗവാൻ എന്താ പറയണത്? നിങ്ങളുടെ അതല്ല, ഈ കാണിക്കുന്ന അനുഷ്ഠാനങ്ങളല്ല ഭക്തി. മനസ്സിലെ രാഗം, കാണുന്ന വസ്തുക്കളോടൊക്കെ ഒരു സ്നേഹം ഉണ്ടാവാൻ പാടില്ല. മത്സരം, ആരോടും മത്സര ബുദ്ധി തോന്നരുത്. അഹങ്കാരം, ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള അഹങ്കാരം. ഒന്നുമില്ലെങ്കിലും വെറുതെ അഹങ്കരിക്കും, അത് പാടില്ല. ക്രോധം ഒരിക്കലും വരാൻ പാടില്ല. ആശകൾ, അങ്ങനെയുള്ള ഷഡ് രിപുക്കളൊന്നും തന്നെ വരാത്ത നിസ്സംഗരായിട്ടുള്ള മഹാത്മാക്കളുടെ ജീവിതം പോലെ, അതാണ് മഹദനുഗമം. അതിനെ, അവരുടെ ആ ജീവിത ശൈലിയെ, അവരുടെ മനസ്സിലെ ആ ഭാവം, അതാണ് ഭക്തി. അതിനെയാണ് പിന്തുടരാൻ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണോ ആശകൾ, ദേഷ്യം, അഹങ്കാരം, അസഹിഷ്ണുത, മത്സരം ഒക്കെ ഈ ലോകത്തിലിങ്ങനെ കാണുന്ന സാധാരണ കാര്യങ്ങളൊക്കെ ഇല്ലാതാകുന്നത്, അപ്പോൾ മാത്രമേ തെളിഞ്ഞ കണ്ണാടി പോലെ ഭക്തിക്ക് പ്രവേശിക്കാൻ നമ്മളുടെ മനസ്സ് സജ്ജമാകുള്ളൂ. അങ്ങനെ ആയാൽ നമ്മളുടെ ബുദ്ധി നേരെയാവും. ഭഗവത്ഗീതയിലും വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിഷജ്ജതേ മാമനുസ്മര ചിത്തം മയി ഏവ പ്രലീയതേ. വിഷയങ്ങളിൽ ലൗകികമായിട്ടുള്ള സുഖഭോഗങ്ങളെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ചിത്തം, ഇവിടെ മനസ്സ് വിഷയങ്ങളിൽ തന്നെ പോവും. വീണ്ടും വീണ്ടും നമ്മളെ പുനരഭിജനനത്തിലേക്ക് കൊണ്ടുപോവും. എന്നാൽ മാമനുസ്മര ചിത്തം, മനസ്സിലെപ്പോഴും എൻ്റെ സ്മരണയോടുകൂടി നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ മയി ഏവ പ്രലീയതേ, എന്നോട് ചേരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇത്ര കാലം പക്ഷേ കുറച്ച് ദുഷ്ടതരവും ദുശ്ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു, ഇനി എനിക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം ഗീത പറയുന്നുണ്ട്. സാധിക്കും. ദുരാചാരനായിക്കൊള്ളട്ടെ, അത് നമ്മൾ തിരിച്ചറിയേ വേണ്ടൂ. എന്നിട്ട് ഭഗവാനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. സത്സംഗം താനേ നമുക്ക് കിട്ടിക്കൊള്ളും. അത് നമ്മളുടെ കയ്യിൽ തന്നെ ഉള്ളതാണ്, കരതലാമലകം പോലെ ഉള്ളതാണ്, ഹൃദയത്തിൽ ശോഭിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാത്തതാണ് പ്രശ്നം. ഇത് അത്ര പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഭാഗവതത്തിലെ 25-ാം അധ്യായത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം കൂടി ഞാൻ പറയാം. ഭാഗവതം മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും പ്രയോജനത്തിനായിട്ട്, ജ്ഞാനത്തിലൂടെ ഭക്തി നൽകുന്നതിനായിട്ട് ഭഗവാൻ കപിലമൂർത്തിയായിട്ട് അവതരിച്ച കാര്യം പറയാണ്. പിതാവായിട്ടുള്ള കർദമ മഹർഷി തപസ്സിനായി കാട്ടിലേക്ക് പോയപ്പോൾ ഈ കപിലകുമാരൻ ബിന്ദുസരസിൻ്റെ തീരത്ത് താമസിച്ചു, പർണശാലയിൽ താമസിച്ചു. ദേവഹൂതി മകൻ്റെ സമീപം ചെന്നിട്ട്, ഭഗവാനെ, ദുർബലയായിട്ടുള്ള, ബുദ്ധി കുറഞ്ഞ സ്ത്രീയായിട്ടുള്ള ഞാൻ അജ്ഞാനത്തിൽ നിബന്ധിച്ചിരിക്കുകയാണ്, എന്താ വേണ്ടതെന്ന് എനിക്ക് അറിയണില്ല, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു.
അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് കപില ഭഗവാൻ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. തുടക്കം ഇങ്ങനെയാണ്: ചേത ഖലു അസ്യ ബന്ധായ മുക്തയേ ച ആത്മനോ മതം ഗണേഷു സക്തം ബന്ധായ രതം വാ പുംസി മുക്തയേ. ചേതസ്സാണ് ബന്ധത്തിനും മുക്തിക്കും കാരണം, മനസ്സ് തന്നെയാണ്. അതേ വാക്ക് തന്നെയല്ലേ എവിടെയും പറഞ്ഞേക്കുന്നത്. ആത്മനോ മതം, എൻ്റെ അഭിപ്രായം അതാണ് അമ്മേ. ബന്ധത്തിൽ പോയിട്ട് കുടുങ്ങുന്ന മനസ്സ് വീണ്ടും കെട്ടിയിടപ്പെടും ഈ ലോകത്തിൽ തന്നെ. എന്നാൽ രതം വാ പുംസി, പരമപുരുഷനിൽ രതി, പ്രേമം, ഭക്തി ഉണ്ടാവുകയാണെങ്കിൽ അത് ജന്മസാഫല്യത്തിനും കാരണമാവും എന്ന്. മനസ്സ് തന്നെയാണ് മനുഷ്യൻ്റെ ബന്ധനത്തിനും മുക്തിക്കും കാരണം എന്നാണ് എൻ്റെ അഭിപ്രായം. പുറത്തേക്ക് തിരിഞ്ഞ് ഭൗതിക വസ്തുക്കളിൽ ആകൃഷ്ടമാകുമ്പോൾ ബന്ധനത്തിനും, ഉള്ളിലേക്ക് തിരിഞ്ഞ്, അത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്, എന്നാലും നമ്മൾ വേണമെന്ന് വെച്ചാൽ സാധിക്കും. ഉള്ളിലേക്ക് തിരിഞ്ഞ് ഭഗവാനിലേക്ക് ചേരാൻ ശ്രമിക്കുമ്പോൾ മുക്തിക്കും അത് കാരണമാകും. ഭഗവാനോട് യോജിക്കുന്ന മനസ്സിന് ഈ ലോകത്തിലെ സുഖങ്ങൾ എത്ര ക്ഷണികമാണ് എന്നറിഞ്ഞ് അതിനോട് ഒട്ടലുണ്ടാകാതിരിക്കാനായിട്ട് സാധിക്കും. സകല ഭൗതിക ചുറ്റുപാടിലും തന്നെ നമുക്ക് ജീവിക്കാം, കടമകളൊക്കെ ചെയ്യാം. പക്ഷേ മനസ്സ് യജമാനൻ്റെ തോട്ടക്കാരൻ്റെ പോലെ ആളുടെ മനസ്സ് എപ്പോഴും അയാളുടെ വീട്ടിലായിരിക്കുമല്ലോ, അവിടെയുള്ള കുട്ടികളിലായിരിക്കുമല്ലോ. അതുപോലെ മനസ്സ് സദാ ഭഗവാനിലായിരിക്കും. ഒരു കാക്കയുടെ കഥ പറയും. കാക്ക ഒരു നിർത്തിയിട്ട കപ്പലിൻ്റെ പാമരത്തിന് മുകളിലിരുന്നു ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോഴേക്കും കപ്പൽ കുറച്ച് വെള്ളത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാക്ക കുറേ ദൂരം കിഴക്കോട്ട് പറന്നു നോക്കി, ചിറക് തളർന്നു. തിരിച്ചു വന്ന് ആ പാമരത്തുമ്മിൽ തന്നെ ഇരുന്നു. പിന്നെ കുറേ തെക്കോട്ട്, പിന്നെ വടക്കോട്ടൊക്കെ അങ്ങനെ പറക്കും, തളരും, തിരിച്ച് ഈ പാമരത്തുമ്പിൽ തന്നെ വന്നിരിക്കും. അങ്ങനെ ഒടുവിൽ ശാന്തമായിട്ട് അവിടെ ഇരുന്നു, ഒന്നും ചെയ്യാതെ ഇരുന്നു. തൻ്റെ സ്വയം ചിന്ത ഒക്കെ തെറ്റാണ്, എത്താൻ പോണില്ല ഒരു തീരത്ത് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഇരുന്ന് ഒന്നും കൂടി ഉറങ്ങി. അപ്പോൾ വൈകാതെ കപ്പൽ തീരത്തെത്തി. അതിന് സന്തോഷമായി, അത് പറന്നും പോയി എന്ന് പറയില്ലേ, അതുപോലെ തന്നെ മനസ്സ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. പക്ഷേ ശാന്തി കിട്ടണമെങ്കിൽ ഭഗവാനിലേക്ക് തിരിച്ചെത്തണം, ധ്യാനനിഷ്ഠമാവണം മനസ്സ്. അതിനുള്ള ഏറ്റവും ശക്തവും ലളിതവും സന്തോഷകരവുമായിട്ടുള്ള വഴിയാണ് സത്സംഗം. ഭഗവത് നാമജപം, കീർത്തനം, ഭഗവത് ചരിതത്തെക്കുറിച്ചുള്ള സംവാദങ്ങൾ, അതൊക്കെ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും സംതൃപ്തി നൽകും. അവ നേർവഴിയിലൂടെ മാത്രം സഞ്ചരിക്കും. യഥാർത്ഥ ഭക്തി ഉണരും. അങ്ങനെ ഭഗവാന്റെ യഥാർത്ഥ ഭക്തന്മാരുമായിട്ട് സഹവസിക്കാനുള്ള അവസരം ഒരിക്കലും വേണ്ടാന്ന് വയ്ക്കരുത്. ഭഗവാന്റെ ഒരു പേരാണല്ലോ ഋഷികേശൻ. ഋഷീകം എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങളാണ്, ഇന്ദ്രിയങ്ങളുടെ ഈശ്വരൻ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് ഭഗവാൻ. ഭഗവാനോട് ചേരുമ്പോൾ മാത്രമേ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിതമാവുള്ളൂ. വില്വമംഗലം സ്വാമിയാരുടെ ആവട്ടെ, മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ ആവട്ടെ, നമുക്കറിയാത്ത അനേകം മഹാത്മാക്കളുടെ ആവട്ടെ ചരിത്രം പരിശോധിച്ച് അത് മനസ്സിലാവും. ഭൗതിക സുഖത്തിൽ നിന്നും അതിൻ്റെ ആ ബന്ധനത്തിൽ നിന്നും അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന്. ഭക്തിരേവാത്ര സാധ്യ എന്നാണ്. പരിശുദ്ധമായ ഭക്തി കൊണ്ട് മാത്രമേ ആ മധുരമായ അനുഭവം സിദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധന്മാരായിട്ടുള്ള ഭക്തന്മാർ മോക്ഷം പോലും ആഗ്രഹിക്കില്ല. അതിലും വലിയ ആകർഷണമാണ് ഭക്തി. ഹനുമാൻ ശ്രീരാമനോട് എന്താ മോക്ഷമല്ലല്ലോ ചോദിച്ചത്, ശ്രീരാമനാമം ഭൂമിയിലുള്ള അത്രയ്ക്കും കാലം ആ രാമനാമ മാഹാത്മ്യം കീർത്തിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണം എന്നാണ്. ഗോപികമാരെ നോക്കുക, സുദാമാവിനെ, ഉദ്ധവരെ, ഭക്തമീരയെ, ശബരിയെ, ചൈതന്യ മഹാപ്രഭുവിനെ, ശ്രീരാമകൃഷ്ണ പരമഹംസരെ, അവരൊക്കെ ആ ഭക്തിയുടെ മാധുര്യം അനുഭവിച്ചതാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് ബോധത്തോടെ എത്ര കാലം ജീവിക്കുന്ന അറിയില്ല, അത്രയും കാലം ഭഗവത് ഭക്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കി ആ വഴിക്ക് സഞ്ചരിക്കണം. ജീവിതത്തിൻ്റെ പരിപൂർണത, സകല കടമകളും ചെയ്ത് ഈ കുടുംബത്തിലും വീട്ടിലും താമസിക്കാം. എന്നാലും ഒപ്പം ഈ വഴിക്ക് മനസ്സിനെ തിരിക്കണം. 25-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാചകം ഇതാണ്, ശ്ലോകം: തീവ്രേണ ഭക്തിയോഗേന മനോമയി അർപ്പിതം സ്ഥിരം
അമ്മ തീവ്രമായ ഭക്തിയോഗം ശീലിക്കണം. എന്നിൽ സ്ഥിരമായിട്ട് അവിടുത്തെ മനസ്സിനെ അർപ്പിക്കുകയും വേണം. ഈ ശ്ലോകത്തിൻ്റെ തന്നെ വിസ്തരണങ്ങളാണ് ഇനി വരുന്ന എല്ലാ ശ്ലോകങ്ങളും ഈ ദശകത്തിൽ. അതുകൊണ്ടാണ് ഇത് കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞത്. ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം. മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷു അസക്ത തു അമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദി. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.